ഇതിൽ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടാവുകയും. നമ്മൾ അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അരയ്ക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ചതച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് നോക്കി നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള വറ്റൽമുളകും പപ്പടവും എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഇത് മിക്സ് ചെയ്ത് കഴിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പപ്പടമൊക്കെ തണുത്ത് കുതിർന്ന് പോകും. അപ്പൊ ചോറ് ഉണ്ണണതിന് മുന്നേ നമ്മൾക്ക് ആ ഒരു പപ്പടവും ഈ പുളിച്ചാറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരും കേട്ടോ, കാരണം പുളിയല്ലേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി കഴിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു കറിയും ഈ ചോറിന്റെ കൂടെ കഴിക്കരുത്. ഇതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.